ഹലോ സ്റ്റുഡൻസ്, പി ബ്ലോക്കിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 17th ഗ്രൂപ്പ് എലമെന്റ്സിനെ കുറിച്ചാണ്. അവരെ നമ്മൾ പൊതുവെ ഹാലജൻസ് എന്നറിയപ്പെടും. അപ്പോൾ ആ ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ ഹാലജൻസ് സോൾട്ട് പ്രൊഡ്യൂസിങ് ഗ്രൂപ്പ് എന്നുള്ള അർത്ഥത്തിലാണ് ഇവരെ നമ്മൾ ഹാലജൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ആ ഗ്രൂപ്പ് മെമ്പേഴ്സിനെ ഒന്ന് പരിചയപ്പെട്ടാൽ നമുക്കറിയാം, ഫ്ലൂറിനാണ് ആദ്യത്തെ മെമ്പർ എന്ന് പറയുന്നത്. ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയൺ, അസ്റ്റാറ്റിൻ. അപ്പോൾ ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ, അസ്റ്റാറ്റിൻ ഇത്രയും ആൾക്കാരാണ് ആ ഗ്രൂപ്പിലെ മെമ്പേഴ്സ് എന്ന് പറയുന്നത്. നമുക്ക് എല്ലാ ഗ്രൂപ്പിലും നമ്മൾ ചെയ്യുന്നത് പോലെ തന്നെ ഇവരുടെ ജനറൽ ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ എഴുതുന്നു. ദാറ്റ് ഈസ് NS2 NB5. ഈ ജനറൽ ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷനിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്: ഒരു ഇലക്ട്രോൺ കൂടെ കിട്ടിക്കഴിഞ്ഞാൽ ഇവർക്ക് നോബിൾ ഗ്യാസ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അച്ചീവ് ചെയ്യാൻ പറ്റും. അപ്പോൾ എപ്പോഴും 17th ഗ്രൂപ്പ് എലമെന്റുകൾ ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്ത് നോബിൾ ഗ്യാസ് കോൺഫിഗറേഷൻ ആക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. അതിന്റെ ഭാഗമായിട്ട് ഇവരുടെ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പിയൊക്കെ വളരെ കൂടുതലാണ്. അപ്പം ഇവരുടെ അറ്റോമിക് പ്രോപ്പർട്ടിയിലേക്ക് നമ്മളൊന്ന് നോക്കിയാൽ, അറ്റോമിക് സൈസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഗ്രൂപ്പിന് മുകളിൽ നിന്ന് താഴേക്ക് വരുന്നതനുസരിച്ച് ഇവരുടെ അറ്റോമിക് റേഡിയസ് കൂടുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. ഇവിടെ ഫ്ലൂറിനും ക്ലോറിനും അവരുടെ ഫിസിക്കൽ സ്റ്റേറ്റ് നോർമലി അവര് ഡയറ്റോമിക് മോളിക്യൂളായിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നു. എല്ലാവരും തന്നെ ഡയറ്റോമിക് മോളിക്യൂളായിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നു. അതിൽ ഫ്ലൂറിനും ക്ലോറിനും ഗ്യാസസ് ആണ് നോർമൽ ടെമ്പറേച്ചർ. സോ ഫ്ലൂറിൻ ആൻഡ് ക്ലോറിൻ ആർ ഗ്യാസസ്. അതുപോലെ ബ്രോമിൻ ഒരു ലിക്വിഡ് സ്റ്റേറ്റിൽ എക്സിസ്റ്റ് ചെയ്യുന്ന നോൺ മെറ്റൽ ആണ് റൂം ടെമ്പറേച്ചർ, ലിക്വിഡ് അറ്റ് റൂം ടെമ്പറേച്ചർ. അയഡിൻ സോൾഡ് സ്റ്റേറ്റിൽ എക്സിസ്റ്റ് ചെയ്യുന്നു. അതുപോലെ അസ്റ്റാറ്റിനും സോൾഡ് സ്റ്റേറ്റ് ആണ്, പക്ഷെ അത് റേഡിയോ ആക്റ്റീവ് ആണ്. അപ്പം അസ്റ്റാറ്റിൻ റേഡിയോ ആക്റ്റീവ് ആയതുകൊണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നില്ല. നമ്മളപ്പം ഈ 17th ഗ്രൂപ്പ് എലമെന്റുകളുടെ കൂട്ടത്തിൽ അപ് ടു അയഡിൻ വരെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അവരുടെ ജനറൽ ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ NS2 NB5 ആണ്. ഇത്രയുമാണ് ഇവരുടെ ജനറൽ ആയിട്ടുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയാൽ. അതുപോലെ തന്നെ ഇവരുടെ അറ്റോമിക് പ്രോപ്പർട്ടിയിലേക്ക് വന്നു കഴിഞ്ഞാൽ അറ്റോമിക് സൈസിന്റെ കാര്യം നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് ഇവരുടെ അയോണൈസേഷൻ എൻതാൽപ്പിയുമായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങളെ ചർച്ച ചെയ്താൽ, പൊതുവെ ഈ ഹാലജനുകൾക്ക് അയണൈസേഷൻ എൻതാൽപ്പി കൂടുതലാണെന്ന് നമുക്ക് കാണാൻ പറ്റും. കാരണം എല്ലാ പീരീഡിലും ഏത് പീരീഡ് എടുത്താലും ഹാലജൻസ് ആണ് അവിടെ ഏറ്റവും സ്മോളസ്റ്റ് സൈസ് ഉള്ള ആറ്റം എന്ന് പറയുന്നത്. അപ്പം അതിന്റെ ഭാഗമായിട്ട് തന്നെ അവർക്ക് ഇലക്ട്രോണിനെ ലോസ് ചെയ്യാനുള്ള എബിലിറ്റി നഷ്ടപ്പെടുന്നു. അവർ നോൺ മെറ്റൽസ് ആണ്, അവർ ടിപ്പിക്കൽ നോൺ മെറ്റൽസ് ആണ്. ഇലക്ട്രോനെഗറ്റിവിറ്റി ഒക്കെ പൊതുവെ അവർക്ക് കൂടുതലാണ്. അപ്പൊ നമുക്ക് പറയാം ദേ ഹാവ് ലെസ് ടെൻഡൻസി ടു ലോസ് ഇലക്ട്രോൺസ്. അപ്പൊ അയണൈസേഷൻ എൻതാൽപ്പി വളരെ കൂടിയ ആൾക്കാരാണ് ഈ പറഞ്ഞ ഹാലജനുകൾ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ അവിടെ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ഏറ്റവും പ്രധാനപ്പെട്ട എൻട്രൻസ് പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു അറ്റോമിക് പ്രോപ്പർട്ടിയാണ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി. അത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഏത് പീരീഡ് എടുത്താലും ഫ്ലൂറിൻ ഉൾക്കൊള്ളുന്ന പീരീഡ് എടുക്കുകയാണെങ്കിൽ അവിടെ ഫ്ലൂറിനാണ് നെഗറ്റീവ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി വളരെ കൂടുതൽ. അതുപോലെ ക്ലോറിന് നെഗറ്റീവ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി വളരെ കൂടുതലാണ് ആ റെസ്പെക്റ്റീവ് പീരീഡിൽ. അപ്പൊ നമ്മൾ ഈ പറയുന്ന ഹാലജൻസിനെ ചെക്ക് ചെയ്യുകയാണെങ്കിൽ അവർ ഉൾക്കൊള്ളുന്ന പീരീഡിൽ ഏറ്റവും കൂടുതൽ നെഗറ്റീവ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി പൊസസ് ചെയ്യുന്നത് ഈ ഹാലജനുകളാണ്. നമുക്ക് അത് മനസ്സിലാക്കാം. അതിന് കാരണം അവരുടെ സ്മോൾ സൈസ്, ഹൈ ഇലക്ട്രോനെഗറ്റിവിറ്റി ഒക്കെയാണ്. അപ്പം എല്ലാ പീരീഡിലും സ്മോളസ്റ്റ് ആയിട്ടുള്ള ആറ്റം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഹാലജൻ ആയിരിക്കും. അതാണ് അവരുടെ നെഗറ്റീവ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി പൊതുവെ കൂടാനുള്ള കാരണം എന്ന് പറയുന്നത്. അപ്പൊ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, അതുപോലെ തന്നെ ഒരു ഗ്രൂപ്പിന് മുകളിൽ നിന്ന് താഴേക്ക് വരുമ്പോൾ പൊതുവെ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി കുറയുകയാണ് വേണ്ടത്. അപ്പൊ ഇവിടെ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. ക്ലോറിന്റെ നെഗറ്റീവ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഫ്ലൂറിന്റെ നെഗറ്റീവ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പിയെക്കാട്ടി വളരെ കൂടുന്നതായിട്ട് കാണാം. നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഫ്ലൂറിന് ഏറ്റവും കൂടുതൽ നെഗറ്റീവ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി, അതിൽ താഴെ വേണം ഫ്ലൂറിന് വരാൻ. പിന്നെ ബ്രോമിൻ മുതൽ അയഡിൻ വരെ പ്രശ്നമില്ല, ആ ട്രെൻഡ് അതുപോലെ തന്നെ ഫോളോ ചെയ്യുന്നു. മുകളിൽ നിന്ന് താഴേക്ക് വരുന്നതനുസരിച്ച് നെഗറ്റീവ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി കുറയുന്നതായിട്ട് തന്നെ നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ഫ്ലൂറിനും ക്ലോറിനും തമ്മിൽ വളരെ ഏറെ പ്രത്യേകതയുള്ള ഒരു ഓർഡറാണ് നമുക്ക് അവിടെ മനസ്സിലാവുന്നത്. അതിന്റെ ഓർഡറിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ക്ലോറിന്റെ നെഗറ്റീവ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഫ്ലൂറിന്റെ നെഗറ്റീവ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പിയെക്കാട്ടി കൂടുതലാണെന്ന് മനസ്സിലാക്കാം. ബ്രോമിനും അയഡിനും പ്രശ്നമില്ല, അത് ആ ഒരു ജനറൽ ട്രെൻഡാണ് ഫോളോ ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടന്റ് ഫോർ യുവർ എൻട്രൻസ് എക്സാമിനേഷൻ. ക്ലോറിന്റെ നെഗറ്റീവ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഫ്ലൂറിന്റെ നെഗറ്റീവ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പിയെക്കാട്ടി കൂടുതലാണ്. അതിന്റെ റീസണിലേക്കാണ് നമ്മൾ പോകുന്നത്. അതിനു മുമ്പിട്ട് നമുക്ക് അതിന്റെ വാല്യൂസ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. ഫ്ലൂറിന്റെ കേസ് എടുക്കുമ്പോൾ ഏകദേശം 328 കിലോ ജൂൾ പെർ മോൾ. ഈ വാല്യൂ ആണ് ഫ്ലൂറിന്റെ നെഗറ്റീവ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്ന് പറയുന്നത്. മോഡുലസ് വാല്യൂ എടുത്താൽ 328 എന്നാവും. നമ്മൾ നെഗറ്റീവ് കൊടുക്കുമ്പോൾ അത് നെഗറ്റീവ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ആവും. ക്ലോറിന്റെ നെഗറ്റീവ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഇറ്റ് ഈസ് അബൌട്ട് 349 കിലോ ജൂൾ പെർ മോൾ.
അതുപോലെ തന്നെ ബ്രോമിന്റെ നെഗറ്റീവ് ഇലക്ട്രോണിക് എൻതാൽപ്പി ഇറ്റ് ഈസ് 325 കിലോ ജൂൾ പെർ മോൾ. നമ്മൾ അയഡിന്റെ നെഗറ്റീവ് ഇലക്ട്രോണിക് എൻതാൽപ്പി എടുക്കുമ്പോൾ ഇറ്റ് ഈസ് അബൌട്ട് -295 കിലോ ജൂൾ പെർ മോൾ. ഈ വാല്യൂ കാണിക്കുന്നത് -2 328, അതുപോലെ ക്ലോറിന്റെ -349. ഈ രണ്ട് വാല്യൂ കാണിക്കുന്നത് ക്ലോറിന്റെ നെഗറ്റീവ് ഇലക്ട്രോണിക് എൻതാൽപ്പി 349 ആണ് 328 വലുത്. അപ്പൊ ഈ ഒരു ഓർഡർ നമുക്ക് ഈ വാല്യൂയിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കാം. സോ ദിസ് ഈസ് ദ ഡിക്രീസിംഗ് ഓർഡർ ഓഫ് ഇലക്ട്രോണിക് എൻതാൽപ്പി ഓഫ് ഹാലജൻസ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. അവിടുന്ന് മനസ്സിലാക്കാം ക്ലോറിന്റെ നെഗറ്റീവ് ഇലക്ട്രോണിക് എൻതാൽപ്പി ഫ്ലൂറിന്റെ നെഗറ്റീവ് ഇലക്ട്രോണിക് എൻതാൽപ്പിയെക്കാട്ടിൽ കൂടുതലാണെന്ന് മനസ്സിലാക്കാം. ഇതിന്റെ ഒരു റീസൺ ആയിട്ട് പറയുന്നത് ഫ്ലൂറിൻ വളരെ സ്മോൾ സൈസ് ഉള്ള ഒരു ആളാണ് ഫ്ലൂറിൻ. അവിടെ ഇലക്ട്രോണിക് റിപ്പൽഷൻ ഒരുപാട് കൂടുതലാണ്. പ്രത്യേകിച്ച് റിലേറ്റീവ്ലി ചെറിയ 2p ഓർബിറ്റൽസിലാണ് ഫ്ലൂറിനിലേക്ക് ഇലക്ട്രോൺ ആഡ് ചെയ്യപ്പെടുന്നത്. അവിടെ ഇലക്ട്രോൺ റിപ്പൽഷൻ വളരെ കൂടുതലാണ്. അതിന്റെ കാരണം കൊണ്ട് ക്ലോറിനെ അപേക്ഷിച്ച് വളരെ സാവധാനത്തിൽ വളരെ പതുക്കെ മാത്രമായിരിക്കും ഫ്ലൂറിൻ അതിന്റെ 2p ഓർബിറ്റൽസിലേക്ക് ഇലക്ട്രോണിനെ ക്യാച്ച് ചെയ്യുന്നത്. അതിന്റെ ഭാഗമായിട്ട് കുറച്ച് എമൗണ്ട് ഓഫ് എനർജി മാത്രമേ അവിടുന്ന് പുറത്തു പോകുന്നുള്ളൂ ക്ലോറിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. അപ്പം ഫ്ലൂറിൻ വളരെ സാവധാനത്തിലാണ് ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്യുന്നത് ക്ലോറിനെ അപേക്ഷിച്ച് നോക്കുന്നു. അതേസമയം ക്ലോറിൻ കുറച്ചും കൂടെ വലിപ്പം കൂടുതലാണ്, അതിന് ഡി ഓർബിറ്റൽസിന്റെ അവൈലബിലിറ്റി ഉണ്ട്. അപ്പം ഫ്ലൂറിനെ അപേക്ഷിച്ച് കുറച്ചും കൂടെ സ്പീഡിലായിരിക്കും ക്ലോറിൻ ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്യുന്നത്. അതിന്റെ ഭാഗമായി ഫ്ലൂറിനെക്കാട്ടിൽ വേഗത്തിൽ അല്ലെങ്കിൽ കൂടുതൽ ക്വാണ്ടിറ്റി എനർജിയെ ക്ലോറിന് പുറത്തു കളയാൻ പറ്റുന്നു ഇലക്ട്രോണിക് എൻതാൽപ്പിയുടെ ഭാഗമായിട്ട്. അപ്പൊ മനസ്സിലാക്കാം ഈ ഒരു ചെറിയ സൈസസ് ഡ്യൂ ടു ദ സ്മോൾ സൈസ് ഓഫ് ഫ്ലൂറിൻ ദ നെഗറ്റീവ് ഇലക്ട്രോണിക് എൻതാൽപ്പി ഓഫ് ഫ്ലൂറിൻ ഈസ് ലെസ് ദാൻ ദാറ്റ് ഓഫ് ക്ലോറിൻ എന്ന് നമുക്ക് പറയാം. വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഇതിവിടെ മനസ്സിലാക്കേണ്ടത്. ഈ വാല്യൂസ് ഒക്കെ ഒന്ന് നോക്കുക, അത് ഒത്തു നോക്കുമ്പോൾ നമുക്ക് ഈ ഒരു ഓർഡർ കറക്റ്റ് ആയിട്ട് വരുന്നതായിട്ട് മനസ്സിലാക്കാം. അതുപോലെ തന്നെ ഇലക്ട്രോ നെഗറ്റിവിറ്റിയുമായിട്ട് മറ്റൊരു അറ്റോമിക് പ്രോപ്പർട്ടിയാണ് ഇലക്ട്രോ നെഗറ്റിവിറ്റി. ഹാലജൻസിന്റെ ഇലക്ട്രോ നെഗറ്റിവിറ്റി ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ ഫ്ലൂറിൻ ഈസ് ദ മോസ്റ്റ് ഇലക്ട്രോ നെഗറ്റീവ് എലമെന്റ് ഇൻ ദ പീരിയോഡിക് ടേബിൾ. പീരിയോഡിക് ടേബിളിലെ ഏറ്റവും കൂടുതൽ ഇലക്ട്രോ നെഗറ്റിവിറ്റി ഉള്ള എലമെന്റ് ഫ്ലൂറിനാണ്. നമുക്കറിയാം പോളിംഗ് സ്കെയിൽ ഓഫ് ഇലക്ട്രോ നെഗറ്റിവിറ്റി അനുസരിച്ച് ഏകദേശം 4 ആണ് ഫ്ലൂറിന്റെ ഇലക്ട്രോ നെഗറ്റിവിറ്റി വാല്യൂ എന്ന് പറയുന്നത്. സോ ഹയസ്റ്റ് ഇലക്ട്രോ നെഗറ്റീവ് എലമെന്റ് ഫ്ലൂറിനാണ്. അതുപോലെ തന്നെ ഈ ഗ്രൂപ്പിൽ നമ്മൾ വളരെയേറെ പ്രത്യേകതയുള്ള ഒരു എലമെന്റ് ആണ് ഫ്ലൂറിൻ എന്ന് പറയുന്നത്. അദ്ദേഹം മറ്റുള്ള ഗ്രൂപ്പ് മെമ്പേഴ്സിനെ അപേക്ഷിച്ച് അനോമലസ് ആയിട്ടുള്ള ഒരുപാട് പ്രോപ്പർട്ടീസ് കാണിക്കുന്നുണ്ട്. അപ്പൊ ഫ്ലൂറിൻ എന്തുകൊണ്ട് ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള പ്രോപ്പർട്ടീസ് കാണിക്കുന്നു? വാട്ട് ഈസ് ദ റീസൺ ഫോർ ദ അനോമലസ് ബിഹേവിയർ ഓഫ് ഫ്ലൂറിൻ? അത് എല്ലാ ഗ്രൂപ്പിലും ഇപ്പം 16th ഗ്രൂപ്പിൽ ഓക്സിജൻ, അതുപോലെ തന്നെ 15th ഗ്രൂപ്പിൽ നൈട്രജൻ എന്നൊക്കെ പറഞ്ഞ പോലെ ആ ഒരു പി ബ്ലോക്ക് എലമെന്റുകളുടെ ഫസ്റ്റ് ഗ്രൂപ്പിലെ ആദ്യത്തെ മെമ്പർ ഫസ്റ്റ് മെമ്പർ എടുത്തു കഴിഞ്ഞാൽ അയാൾ ഇതുപോലെ അനോമലസ് ബിഹേവിയർ കാണിക്കും. ഇവിടെ നമുക്ക് പറയാം ഫ്ലൂറിന് സ്മോൾ സൈസ് ഉണ്ട്, ഡി ഓർബിറ്റൽസ് അവൈലബിൾ അല്ല, ഹൈ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി, ഹൈ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി, അതുപോലെ തന്നെ ഹൈ അയണൈസേഷൻ എൻതാൽപ്പി, ഇങ്ങനെയൊക്കെയുള്ള കുറെ റീസണും ഉണ്ട്. നമുക്ക് പറയാൻ പറ്റും ഫ്ലൂറിൻ ആ ഗ്രൂപ്പിൽ അനോമലസ് ബിഹേവിയർ കാണിക്കുന്നു എന്നുള്ളത്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവരുടെ ഡയറ്റോമിക് മോളിക്യൂളുകളെ നമ്മൾ പരിഗണിക്കുന്നു. അപ്പൊ നമ്മൾ അവിടെ നോക്കുമ്പോൾ ഫ്ലൂറിൻ അതിന്റെ ഡയറ്റോമിക് സ്പീഷീസ് ആണ് F2, അതുപോലെ തന്നെ ക്ലോറിന്റെ ഡയറ്റോമിക് സ്പീഷീസ് ആണ് Cl2, ബ്രോമിന്റെ ഡയറ്റോമിക് സ്പീഷീസ് ആണ് Br2, അയഡിന്റെ ഡയറ്റോമിക് സ്പീഷീസ് ആണ് I2. നമ്മൾ ഇവരുടെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ചർച്ച ചെയ്യുമ്പോൾ വളരെ പ്രധാനപ്പെട്ട 1-2 കാര്യങ്ങൾ ഇവിടുന്ന് മനസ്സിലാവുന്നത് ഫ്ലൂറിൻ ഈസ് യെല്ലോ ഇൻ കളർ. യെല്ലോ കളറുള്ള ഗ്യാസ് ആയിട്ടാണ് ഫ്ലൂറിൻ ഗ്യാസ് ഇരിക്കുന്നത്. ക്ലോറിൻ എന്ന് പറഞ്ഞാൽ ക്ലോറസ് എന്ന വാക്കിൽ നിന്ന് തന്നെയാണ് ക്ലോറിൻ എടുത്തിട്ടുള്ളത്. ഗ്രീനിഷ് യെല്ലോ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. ഗ്രീനിഷ് യെല്ലോ എന്നുള്ള അർത്ഥമാണ്. ബ്രോമിന് റെഡ് കളറാണ്, അതുപോലെ തന്നെ അയഡിൻ വയലറ്റ് കളറാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് അവരുടെ കളറുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാവുന്ന ഫിസിക്കൽ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. അപ്പൊ ഫ്ലൂറിൻ ഈസ് യെല്ലോ ഇൻ കളർ, ക്ലോറിൻ ഈസ് ഗ്രീനിഷ് യെല്ലോ, ബ്രോമിൻ ഈസ് റെഡ് ഇൻ കളർ, അയഡിൻ ഈസ് വയലറ്റ് ഇൻ കളർ. ഇനി ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട 1-2 കാര്യങ്ങളുണ്ട്. ഈ ഡയറ്റോമിക് സ്പീഷീസുകളുടെ ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പി. ബോണ്ട് ഡിസോസിയേഷൻ അപ്പൊ ജനറൽ ആയിട്ട് ഹാലജനുകളെ നമുക്ക് എക്സ് എന്ന് പറഞ്ഞ ഒരു ലെറ്റർ കൊണ്ട് റെപ്രസെന്റ് ചെയ്യാം. അപ്പൊ XX ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പി, ഈ ഹാലജനും ഹാലജനും തമ്മിലുള്ള ബോണ്ടിന്റെ ഡിസോസിയേഷൻ എൻതാൽപ്പി നമ്മൾ ചെക്ക് ചെയ്യുന്നു. അവിടെ നമ്മൾ മനസ്സിലാക്കണം ഗ്രൂപ്പിന് മുകളിൽ നിന്ന് താഴേക്ക് വരുന്നതനുസരിച്ച് പൊതുവെ ഈ ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പി കുറയുകയാണ് വേണ്ടത്. അപ്പൊ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഓർഡർ നേരത്തെ നെഗറ്റീവ് ഇലക്ട്രോണിക് എൻതാൽപ്പി എന്ന് പറഞ്ഞ പോലെ ഫ്ലൂറിനെക്കാട്ടിൽ കുറവായിരിക്കണം ക്ലോറിന് ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പി വരേണ്ടത്. അതിനെക്കാട്ടി കുറവായിരിക്കണം ബ്രോമിന്, അതിനെക്കാട്ടി കുറവായിരിക്കണം അയഡിന്. പക്ഷെ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഫ്ലൂറിന് ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പി തീരെ കുറവാണ് ക്ലോറിനെ അപേക്ഷിച്ച് എന്ന് മനസ്സിലാക്കാം. എന്ന് പറഞ്ഞാൽ ഈ ഗ്രൂപ്പിൽ ഏറ്റവും കൂടുതൽ ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പി ക്ലോറിനാണ്. അപ്പൊ നമ്മൾ കറക്റ്റ് ഓർഡർ ഇങ്ങനെയാണ്. ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പിയുടെ ഡിക്രീസിങ് ഓർഡറിൽ ഈ ഡയറ്റോമിക് സ്പീഷീസുകളെ നമ്മൾ എഴുതിയാൽ
നമുക്ക് ഇങ്ങനെ എഴുതാം, ക്ലോറിൻ ക്ലോറിൻ ബോണ്ട് ഡിസോസിയേഷൻ എന്താൽപി ഫ്ലൂറിൻ ഫ്ലൂറിൻ ബോണ്ട് ഡിസോസിയേഷൻ എന്താൽപിയെക്കാട്ടിൽ കൂടുതലാണ് എന്നൊരു കൺക്ലൂഷനിലാണ് നമ്മൾ എത്തുന്നത്. ഇതിന്റെ റീസൺ ആണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിന്നീട് പ്രശ്നമില്ല, ബ്രോമിനും അയഡിനും പ്രശ്നമില്ല. സോ ബോണ്ട് ഡിസോസിയേഷൻ എന്താൽപി ഓഫ് ക്ലോറിൻ ഈസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് ഫ്ലൂറിൻ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തുകൊണ്ട് ഫ്ലൂറിന്റെ ബോണ്ട് ഡിസോസിയേഷൻ എന്താൽപി ക്ലോറിനെക്കാട്ടി കുറഞ്ഞു പോയി. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഫ്ലൂറിന്റെ സിംഗിൾ ബോണ്ട് ഫ്ലൂറിൻ ഇങ്ങനെ നമ്മൾ ഈ മോളിക്യൂളിനെ എടുക്കുമ്പോൾ ഒരു ഫ്ലൂറിൻ ഏത് ഹാലജൻ വന്നാലും ഒരു ഹാലജനിൽ 3 ലോൺ പെയർ വെച്ചിട്ടാണുള്ളത്. അപ്പൊ നമുക്കറിയാം ഒരു ഫ്ലൂറിനിൽ 3 ലോൺ പെയർ ഉണ്ട്, ഇപ്പുറത്തെ ഫ്ലൂറിനും 3 ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഇരിപ്പുണ്ട്. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം ഫ്ലൂറിൻ ഇതൊരു മോസ്റ്റ് ഇലക്ട്രോനെഗറ്റീവ് ആയിട്ടുള്ള എലമെന്റ് ആണ്. അപ്പൊ ഫ്ലൂറിനെ അങ്ങോട്ട് അട്രാക്ട് ചെയ്യും. അപ്പൊ ഇവിടെ വളരെ കൂടുതൽ ലോൺ പെയർ ഓഫർ ചെയ്യുന്ന റിപ്പൽഷൻ വളരെ കൂടുതലാണ്. സോ ഈ ബോണ്ട് വളരെ പെട്ടെന്ന് ഈസി ആയിട്ട് ബ്രേക്ക് ചെയ്യുന്നു. ഇവിടെ ബോണ്ട് ലെങ്ത് കൂടാനത് കാരണമാണ്. കാരണം ഈ ലോൺ പെയർ ഓഫ് ഇലക്ട്രോണുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും റിപ്പൽഷൻ ഏർപ്പെടുകയും അതിന്റെ ഭാഗമായിട്ട് ഫ്ലൂറിൻ ഫ്ലൂറിൻ ബോണ്ട് ഡിസോസിയേഷൻ എന്താൽപി കുറയുകയും ചെയ്യുന്നു. ഇനി ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം മനസ്സിലാക്കാനുണ്ട്, ഓക്സിഡേഷൻ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. അതായത് ക്ലോറിന് ബോണ്ട് ഡിസോസിയേഷൻ എന്താൽപി ഫ്ലൂറിനെക്കാട്ടി കൂടുതലാണ്. അപ്പം ആ ഒരു കേസ് ഈ ലോൺ പെയർ റിപ്പൽഷൻ വെച്ചുകൊണ്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ഫ്ലൂറിന് ഇലക്ട്രോനെഗറ്റീവ് ആണ്, അതുപോലെ തന്നെ 3 ലോൺ പെയറുകൾ വെച്ചിരിക്കുന്നതുകൊണ്ട് ഇത് അടുത്തേക്ക് വരാതെ ഭയങ്കര റിപ്പൽഷനായി ഈ ബോണ്ട് പെട്ടെന്ന് ഡിസോസിയേറ്റ് ചെയ്യുന്നതിനും അതൊരു കാരണമാണ്. ഇനി അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഓക്സിഡേഷൻ പ്രോപ്പർട്ടി ചെക്ക് ചെയ്താൽ ഫ്ലൂറിനും ക്ലോറിനും തമ്മിലുള്ള ഓക്സിഡേഷൻ പ്രോപ്പർട്ടിയിലെ ഡിഫറൻസ് നോക്കുമ്പോൾ ഫ്ലൂറിൻ ഈസ് എ വെരി ഗുഡ് ഓക്സിഡൈസിങ് ഏജന്റ് കമ്പയർഡ് ടു ക്ലോറിൻ. ക്ലോറിനെ അപേക്ഷിച്ച് ഫ്ലൂറിനാണ് നല്ലൊരു ഓക്സിഡൈസിങ് ഏജന്റ് എന്ന് പറയുന്നത്. അതിന് 2 റീസണുകളാണ് NCERT ടെക്സ്റ്റിൽ പറയുന്നത്. അപ്പം ഫ്ലൂറിന്റെ ഒന്നാമത്തെ റീസൺ നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. ഫ്ലൂറിന്റെ ബോണ്ട് ഡിസോസിയേഷൻ എന്താൽപി ക്ലോറിനെക്കാട്ടിൽ കുറവാണ്. പെട്ടെന്ന് തന്നെ ഫ്ലൂറിൻ ബോണ്ട് ഡിസോസിയേറ്റ് ചെയ്യപ്പെടുന്നു. അത് ഫ്ലൂറിന്റെ ഓക്സിഡേഷൻ പ്രോപ്പർട്ടിയെ സ്വാധീനിക്കുന്നുണ്ട്. അതുപോലെ ഫ്ലൂറൈഡ് അയോണിന്റെ F- അയോണിന്റെ ഹൈഡ്രേഷൻ എന്താൽപി ഹൈഡ്രേഷൻ എന്താൽപി ഓഫ് ഫ്ലൂറൈഡ് അയോൺ ഈസ് മോർ കൂടുതലാണ്. അപ്പൊ F- ഇതിന്റെ ഹൈഡ്രേഷൻ എന്താൽപി വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ ഫ്ലൂറിൻ ബോണ്ട് ഡിസോസിയേഷൻ എന്താൽപി കുറവുമാണ്. ഈ 2 കാരണങ്ങൾ കൊണ്ടാണ് ഫ്ലൂറിൻ ക്ലോറിനെക്കാട്ടിൽ നല്ലൊരു ഓക്സിഡൈസിങ് ഏജന്റ് ആയിട്ട് മാറുന്നത്. ക്ലോറിനും നല്ലൊരു ഓക്സിഡൈസിങ് ഏജന്റ് ആണ്, പക്ഷേ ഓക്സിഡേഷൻ പ്രോപ്പർട്ടി ക്ലോറിനെക്കാട്ടിൽ കുറച്ചും കൂടെ കൂടുതലാണ്. അതിന് കാരണം 2 റീസണുകളാണ്. അപ്പൊ ഇങ്ങനെ പറയാം, ഫ്ലൂറിൻ ബോണ്ട് ഡിസോസിയേഷൻ എന്താൽപി കുറവും F- ഹൈഡ്രേഷൻ എന്താൽപി വളരെ കൂടുതലും ആയതുകൊണ്ടാണ് ഫ്ലൂറിൻ നല്ലൊരു ഓക്സിഡൈസിങ് ഏജന്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. അപ്പൊ ഇത്രയും ജനറൽ ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് ആണ് നമ്മൾ ഇവരിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഇനി അതുപോലെ തന്നെ ഈ ഓക്സിഡേഷൻ പ്രോപ്പർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു കാര്യം NCERT ടെക്സ്റ്റിൽ പറയുന്നത്, അതായത് ഹാലൈഡ് അയോണുകളെ ഓക്സിഡൈസ് ചെയ്യിപ്പിക്കാനുള്ള എബിലിറ്റി ഈ പറഞ്ഞ ഹാലജൻസുകൾക്കുണ്ട്. അപ്പൊ നമുക്കൊരു എക്സാമ്പിൾ, ഫ്ലൂറിന്റെ ഓക്സിഡേഷൻ പ്രോപ്പർട്ടിക്ക് ഒരു എക്സാമ്പിൾ F2 + 2x- ഗീവ്സ്. അതായത് X- എന്ന് പറഞ്ഞാൽ ഫ്ലൂറിനെക്കാട്ടിൽ കൂടുതൽ അറ്റോമിക് നമ്പർ ഉള്ള ഹാലൈഡ് അയോണുകളാണ് X എന്ന് പറയുന്നത്. അപ്പൊ ക്ലോറിനും ബ്രോമിനും അയഡിനുമായി X-ന്റെ സ്ഥാനത്ത് X- സ്ഥാനത്ത് വരും. അപ്പൊ ഇവരെ ഓക്സിഡൈസ് ചെയ്യിപ്പിക്കാനുള്ള എബിലിറ്റി ഫ്ലൂറിനുണ്ട്. അപ്പൊ അത് X2 2F- മാറും, വേർ X = ക്ലോറിൻ ബ്രോമിൻ അയഡിൻ. അപ്പൊ ജനറൽ ആയിട്ട് നമ്മൾ പറഞ്ഞാൽ ഒരു ഹാലജൻ അതിനേക്കാൾ അറ്റോമിക് നമ്പർ കൂടിയ ഹാലൈഡ് അയോണുകളെ ഓക്സിഡൈസ് ചെയ്യിപ്പിക്കുന്നു. ഇവിടെ നമുക്ക് മറ്റൊരു ഉദാഹരണം, ഇപ്പൊ നമ്മളിവിടെ ക്ലോറിൻ എടുക്കുകയാണ്. അപ്പൊ 2x- വന്നു, അവിടെ ക്ലോറിൻ ഓക്സിഡൈസിങ് ഏജന്റ് അറ്റാക്ക് ചെയ്തു. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ നമുക്ക് X2 2 Cl- ആണ് കിട്ടുന്നത്. പക്ഷെ ഇവിടെ X എന്ന് പറയുന്നത് ബ്രോമിനും അയഡിനും ആയിരിക്കും. അപ്പൊ ബ്രോമൈഡ് അയോണിന്റെയും അയഡൈഡ് അയോണിനെയുമാണ് ക്ലോറിൻ ഓക്സിഡൈസ് ചെയ്യിപ്പിക്കാൻ പറ്റുന്നത്. എപ്പോഴും ഇൻ എ ജനറൽ സെൻസ് വി ക്യാൻ സേ ദാറ്റ് എ ഹാലജൻ ക്യാൻ ഓക്സിഡൈസ് ഹയർ അറ്റോമിക് നമ്പർ ഹാലൈഡ് അയോൺ. അപ്പൊ ഹയർ അറ്റോമിക് നമ്പർ ഹാലൈഡ് അയോണിനെ ഓക്സിഡൈസ് ചെയ്യിപ്പിക്കാൻ ഒരു ഹാലജൻ എബിലിറ്റി ഉണ്ട്. വളരെ പ്രധാനപ്പെട്ട കുറെ ടോപ്പിക്കുകളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്. ഇതിൽ പ്രധാനപ്പെട്ടത് നെഗറ്റീവ് ഇലക്ട്രോണിക് എന്താൽപി ഓഫ് ക്ലോറിനെക്കാട്ടി കുറയാനുള്ള കാരണം, അതുപോലെ തന്നെ ഫ്ലൂറിന്റെ ഡിസോസിയേഷൻ എന്താൽപി ബോണ്ട് ഡിസോസിയേഷൻ എന്താൽപി ക്ലോറിനെക്കാട്ടി കുറയാനുള്ള റീസൺ. അത്രയും കാര്യങ്ങൾ നമ്മൾ വളരെ സ്ട്രെസ് ചെയ്ത് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഓക്സിഡേഷൻ പ്രോപ്പർട്ടി, ഫ്ലൂറിൻ നല്ലൊരു ഓക്സിഡൈസിങ് ഏജന്റ് ആണ്, ക്ലോറിനെ അപേക്ഷിച്ച് നല്ലൊരു ഓക്സിഡൈസിങ് ഏജന്റ് ആണ്. അതിൽ പറഞ്ഞ 2 റീസണുകൾ. അപ്പം ഇത് വീണ്ടും കണ്ട് മനസ്സിലാക്കുക, കാര്യങ്ങളെ ഗ്രഹിക്കുക. ഓക്കെ, നമുക്ക് ഇനി ഇവിടെ ഡിസ്കസ് ചെയ്യാനുള്ളത് ഹാലജനുകളുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റിനെ പറ്റിയാണ്. അപ്പൊ ഹാലജനുകളുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റിനെ പറ്റി നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഹാലജൻസ് പൊതുവെ -1 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് കാണിക്കുന്നത്, നെഗറ്റീവ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ഇത് കൂടാതെ ക്ലോറിനും ബ്രോമിനും അയഡിനും ഒക്കെ പോസിറ്റീവ് ഓക്സിഡേഷൻ സ്റ്റേറ്റുകളും എക്സിബിറ്റ് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ട്. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഫ്ലൂറിൻ എപ്പോഴും എല്ലാ കോമ്പൗണ്ടുകളിലും ഓൾവേസ് ദ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് ഫ്ലൂറിൻ ഈസ് -1. എപ്പോഴും ഫ്ലൂറിന് -1 ആയിരിക്കും ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ഫ്ലൂറിന് പോസിറ്റീവ് ഓക്സിഡേഷൻ സ്റ്റേറ്റുകളെ എക്സിബിറ്റ് ചെയ്യാനുള്ള എബിലിറ്റി ഇല്ല. അപ്പൊ നമ്മളിവിടെ
ഹാലജൻസിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ പരിഗണിക്കുമ്പോഴാണ് നമുക്കത് മനസ്സിലാക്കാൻ പറ്റുന്നത്. അവിടെ നമുക്ക് അറിയാം NS2 NB5. അപ്പൊ ഇവിടെ NB5 അത് അടുത്ത ഡി ഓർബിറ്റിലാണ്. ഫ്ലൂറിന് ഡി ഓർബിറ്റിൽ അവൈലബിളും അല്ല. പൊതുവെ നമ്മൾ ബാക്കിയുള്ള ക്ലോറിനും അയഡിനും ഒക്കെ പരിഗണിക്കുമ്പോൾ അവിടെ ഡി ഓർബിറ്റിൽ അവൈലബിളും ആണ്. അപ്പൊ നമ്മളിവിടെ പൊതുവെ ഹാലജനുകളെല്ലാം -1 ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നു. ഇത് കൂടാതെ +1 ഓക്സിഡേഷൻ സ്റ്റേറ്റ്, അതുപോലെ തന്നെ +3 ഓക്സിഡേഷൻ സ്റ്റേറ്റ്, അതുപോലെ തന്നെ +5 ഓക്സിഡേഷൻ സ്റ്റേറ്റ്, അതുപോലെ തന്നെ +7 ഓക്സിഡേഷൻ സ്റ്റേറ്റ്, ഇത്രയും പോസിറ്റീവ് ഓക്സിഡേഷൻ സ്റ്റേറ്റുകളെ ഹാലജനുകൾ കാണിക്കുന്നു. ഇവിടെ ഒരു എക്സെപ്ഷൻ ഉണ്ട്. ഫ്ലൂറിൻ ഓൾവേസ് -1 ഓക്സിഡേഷൻ സ്റ്റേറ്റ് മാത്രമേ കാണിക്കുന്നുള്ളൂ. അതിന് കാരണം ഫ്ലൂറിനാണ് മോസ്റ്റ് ഇലക്ട്രോനെഗറ്റീവ് എലമെന്റ് പീരിയോഡിക് ടേബിളിൽ. ആ ഒരു കാരണമുണ്ട്. സ്മോൾ സൈസ്, ഹൈ ഇലക്ട്രോനെഗറ്റിവിറ്റി, അതുപോലെ തന്നെ നോൺ അവൈലബിലിറ്റി ഓഫ് ഡി ഓർബിറ്റൽസ്. ഡി ഓർബിറ്റൽസിന്റെ അവൈലബിലിറ്റി ഇല്ല, അല്ലെങ്കിൽ അതില്ല, ഡി ഓർബിറ്റൽസ് അല്ല, പ്രസന്റ് അല്ല ഈ ഫ്ലൂറിൻ. അപ്പൊ അതുകൊണ്ട് ഫ്ലൂറിൻ എപ്പോഴും എല്ലാ കോമ്പൗണ്ടുകളിലും -1 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് പൊതുവെ എക്സിബിറ്റ് ചെയ്യുന്നത്. പക്ഷേ ക്ലോറിനും ബ്രോമിനും അയഡിനും ഒക്കെ ഈ പറഞ്ഞ +1, +3, +5, +7 ഓക്സിഡേഷൻ സ്റ്റേറ്റുകൾ അവരുടെ ഓക്സൈഡുകളിലും ഹാലോ ആസിഡുകളിലും ഒക്കെ, അല്ലെങ്കിൽ ആ പറയുന്ന ആസിഡുകൾ ഓക്സോ ആസിഡുകളിലും ഒക്കെ കാണിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ മനസ്സിലാക്കാം. ഇതിനകത്ത് ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ഭാഗം എന്ന് പറയുന്നത് ജനറൽ ഔട്ടർമോസ്റ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വെച്ചുകൊണ്ട് നമുക്ക് അൺബൈൻഡ് ഇലക്ട്രോൺ ഒക്കെ വെച്ചുകൊണ്ട് ഈ പറയുന്ന ഓക്സിഡേഷൻ സ്റ്റേറ്റുകളെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. അപ്പം ഫ്ലൂറിന്റെ അല്ലെങ്കിൽ ക്ലോറിന്റെ ബ്രോമിന്റെ ആയിട്ട് ഈ ഹാലജനുകളുടെ ചില റിയാക്ടിവിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട ചില ഏരിയാസ് ഒക്കെയാണ് നമുക്ക് ഇനി ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പൊ നമുക്ക് ഈ 17th ഗ്രൂപ്പ് എലമെന്റ്സ് എങ്ങനെ ഹൈഡ്രജനുമായിട്ട്, ആദ്യത്തെ ഹൈഡ്രജനുമായിട്ട് എങ്ങനെ റിയാക്ട് ചെയ്യുന്നു നോക്കാം. റിയാക്ഷൻ വിത്ത് ഹൈഡ്രജൻ. അപ്പൊ ഹൈഡ്രജനുമായിട്ട് റിയാക്ട് ചെയ്താൽ ജനറൽ ആയിട്ട് ദേ ഫോം ഹൈഡ്രജൻ ഹാലൈഡ്സ്, HX എന്ന് പറയുന്നു. ഹൈഡ്രജൻ ഹാലൈഡുകളെയാണ് അവർ മേക്ക് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് പറയാം HX ഇപ്പൊ നമ്മൾ എക്സാമ്പിൾ ആയിട്ട് എഴുതി കഴിഞ്ഞാൽ HF, അതുപോലെ തന്നെ HCl, HBr, HI, ഹൈഡ്രജൻ അയഡൈഡ്, ഹൈഡ്രജൻ ഫ്ലൂറൈഡ്, ഹൈഡ്രജൻ ക്ലോറൈഡ്, ഹൈഡ്രജൻ ബ്രോമൈഡ്, ഹൈഡ്രജൻ അയഡൈഡ്. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ഹൈഡ്രജൻ ഹാലൈഡുകൾ. ഇവർ വെള്ളത്തിൽ ഡിസോൾവ് ചെയ്താൽ ഹാലജൻ ആസിഡുകളായിട്ട് കൺവേർട്ട് ചെയ്യാറുണ്ട്. ഹൈഡ്രോക്ലോറിക് ആസിഡ്, ഹൈഡ്രോഫ്ലൂറിക് ആസിഡ് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഹൈഡ്രജൻ ഹാലൈഡുകളുടെ ആസിഡുകൾ പ്രൊഡ്യൂസ് ചെയ്തെടുക്കാൻ പറ്റും, അത് വെള്ളത്തിൽ ഡിസോൾവ് ചെയ്യുമ്പോൾ. ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, HF ഹൈഡ്രജൻ ഫ്ലൂറൈഡിൽ ഹൈഡ്രജൻ ബോണ്ടിങ് സാധ്യമാണ്. അതുകൊണ്ട് തന്നെ HF എക്സിസ്റ്റ് ആസ് എ ലിക്വിഡ് അറ്റ് റൂം ടെമ്പറേച്ചർ. അപ്പൊ ഹൈഡ്രജൻ ഫ്ലൂറൈഡിൽ ഇന്റർമോളിക്കുലാർ, ഇങ്ങനെ ഈ ഡോട്ട് ലൈൻ കാണിക്കുന്നത് ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് ആണ്. അപ്പൊ HF-ൽ ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ടായതുകൊണ്ട് ഇറ്റ് എക്സിസ്റ്റ് ആസ് എ ലിക്വിഡ് അറ്റ് റൂം ടെമ്പറേച്ചർ. ലിക്വിഡ് ആണ് HF എന്ന് പറയുന്നത്. അതേസമയം ഹൈഡ്രജൻ ക്ലോറൈഡ്, ഹൈഡ്രജൻ ബ്രോമൈഡ്, ഹൈഡ്രജൻ അയഡൈഡ് ഇത് മൂന്നുപേരും ഗ്യാസസ് ആണ്. റൂം ടെമ്പറേച്ചറിൽ ഗ്യാസ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്ന ആൾക്കാരാണ് ഇത് മൂന്നുപേരും. ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു എൻട്രൻസ് ക്വസ്റ്റ്യൻ ഉണ്ട്. ഇവരുടെ ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പി എന്ന് പറയും. അപ്പൊ ഇവരുടെ ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പി മുകളിൽ നിന്ന് HF-ൽ നിന്ന് HI-ലേക്ക് വരുന്നതനുസരിച്ച് കുറയുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഏറ്റവും കൂടുതൽ ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പി ഉള്ളത് ഹൈഡ്രജൻ ഫ്ലൂറൈഡിനാണ്, അതിൽ താഴെയാണ് ഹൈഡ്രജൻ ക്ലോറൈഡിന്, അതിൽ താഴെയാണ് ഹൈഡ്രജൻ ബ്രോമൈഡിന്, അതിൽ താഴെയാണ് ഹൈഡ്രജൻ അയഡൈഡിന്. ദിസ് ഈസ് ദ ഡിക്രീസിംഗ് ഓർഡർ ഓഫ് ബോണ്ട് ഡിസോസിയേഷൻ എനർജി എന്ന് പറയാൻ പറ്റും. ബോണ്ട് ഡിസോസിയേഷൻ എനർജിയുടെ ഡിക്രീസിംഗ് ഓർഡർ ആണ്. ഈ ഓർഡറിന് ഓപ്പോസിറ്റ് ഓർഡർ ആണ് അവിടെ അവരുടെ അസിഡിക് സ്ട്രെങ്ത് അല്ലെങ്കിൽ അസിഡിക് പ്രോപ്പർട്ടി കാണിക്കുന്നത്. അപ്പൊ ഈ കൂട്ടത്തിൽ ഏറ്റവും നല്ല ആസിഡ് ഹൈഡ്രജൻ അയഡൈഡ് ആണ്. കാരണം ആ ബോണ്ടാണ് പെട്ടെന്ന് ബ്രേക്ക് ചെയ്ത് പോയി H+ റിലീസ് ആവുന്നത്. അപ്പൊ നമുക്ക് ഇവരുടെ അസിഡിക് സ്ട്രെങ്ത് അല്ലെങ്കിൽ അസിഡിക് ഓർഡറിന്റെ ഡിക്രീസിംഗ് ഓർഡറിൽ എഴുതിയാൽ ഏറ്റവും നല്ല അസിഡിക് ആയിട്ട് കാണപ്പെടുന്നത് ഹൈഡ്രജൻ അയഡൈഡ് ആണ്. അതിൽ താഴെയാണ് ഹൈഡ്രജൻ ബ്രോമൈഡ്, അതിൽ താഴെയാണ് HCl, അതിൽ താഴെയാണ് HF എന്ന് പറയാം. അപ്പം ഈ കൂട്ടത്തിൽ ഏറ്റവും നല്ല അസിഡിക് പ്രോപ്പർട്ടി കാണിക്കുന്നത് ഹൈഡ്രജൻ അയഡൈഡ് ആണ്. ദിസ് ഈസ് ദ ഡിക്രീസിംഗ് ഓർഡർ ഓഫ് അസിഡിക് സ്ട്രെങ്ത് ഓഫ് ഹൈഡ്രജൻ ഹാലൈഡ്സ്. അപ്പം അത് നമുക്ക് ഇവിടെ എഴുതി വെക്കാൻ പറ്റും. അപ്പോൾ this is the decreasing order of bond dissociation energy and this is the decreasing order of acidic strength. ഹൈഡ്രജൻ അയഡൈഡ് ആണ് ഈ കൂട്ടത്തിൽ ഏറ്റവും നല്ല ആസിഡ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഹൈഡ്രജൻ ഹാലൈഡുകളുമായിട്ട് അല്ലെങ്കിൽ ഹൈഡ്രജൻ ഹാലൈഡിന്റെ ഫോർമേഷൻ, ഹൈഡ്രജനുമായിട്ട് എങ്ങനെ ഈ ഹാലൈഡുകൾ റിയാക്ട് ചെയ്തു എന്ന് ഇങ്ങനെ മനസ്സിലാക്കാം. ഇനി നമുക്ക് ഇവിടെ ചർച്ച ചെയ്യാനുള്ളത്
ഹൗ ദിസ് ഹാലജൻസ് റിയാക്ട് വിത്ത് ഓക്സിജൻ, അറ്റ്മോസ്ഫിയറിക് ഓക്സിജനുമായിട്ട് എങ്ങനെ ഈ ഹാലജനുകൾ റിയാക്ട് ചെയ്യുന്നു. അപ്പോൾ ഓക്സൈഡുകളെ ഫോം ചെയ്യുന്നുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു എൻട്രൻസ് പോയിന്റ് ഓഫ് വ്യൂ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഹൗ ദിസ് ഹാലജൻസ് റിയാക്ട് വിത്ത് ഓക്സിജൻ, അതാണ് നമ്മൾ അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത്. അപ്പോൾ ഓക്സിജനുമായിട്ടുള്ള റിയാക്ടിവിറ്റി നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട പോയിന്റ്, ഫ്ലൂറിനും ക്ലോറിനും ബ്രോമിനും അയഡിനും അറ്റ്മോസ്ഫിയറിക് ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്ത് ഓക്സൈഡുകളെ പ്രൊഡ്യൂസ് ചെയ്യാറുണ്ട്. അതിൽ ഫ്ലൂറിൻ റിയാക്ട് ചെയ്യുന്നു. ഫ്ലൂറിന്റെ പ്രധാനപ്പെട്ട ഓക്സൈഡുകളാണ് O2F2 അതുപോലെ തന്നെ OF2. ഇതിൽ ഡയോക്സിജൻ ഡൈഫ്ലൂറൈഡ്, ഓക്സിജൻ ഡൈഫ്ലൂറൈഡ്, ഇതിൽ OF2 ആണ് തെർമലി സ്റ്റേബിൾ ആണ്. ഏകദേശം 298 കെൽവിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ റൂം ടെമ്പറേച്ചർ ആണ് 298 കെൽവിൻ എന്ന് പറയുന്നത്. ആ ടെമ്പറേച്ചറിൽ ഓക്സിജൻ ഡൈഫ്ലൂറൈഡ് തെർമലി സ്റ്റേബിൾ ആണ് എന്ന് പറയാൻ പറ്റും. O2F2 വലിയ സ്റ്റെബിലിറ്റി ഇല്ല. ഈ സാഹചര്യത്തിലൊക്കെ നമുക്ക് പറയാൻ പറ്റും ഫ്ലൂറിന് -1 ഓക്സിഡേഷൻ സ്റ്റേറ്റേ പറ്റൂ എന്നുള്ള ഒരു കൺസെപ്റ്റിലാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അൺസ്റ്റേബിൾ ആണ്, -1 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഒക്കെ ആയതുകൊണ്ട് ഇതിന് സ്റ്റെബിലിറ്റി ഒന്നും വലുതായിട്ടില്ല ഇവിടെ. അപ്പം OF2 ഇറ്റ് ഈസ് തെർമലി സ്റ്റേബിൾ അപ് ടു 298 കെൽവിൻ എന്ന് നമുക്ക് പറയാൻ പറ്റും. അതുപോലെ തന്നെ ക്ലോറിന്റെ ഓക്സൈഡുകളെ കുറിച്ച് മനസ്സിലാക്കിയാൽ പ്രധാനപ്പെട്ട ഓക്സൈഡാണ് Cl2O, അതുപോലെ തന്നെ ClO2, then Cl2O6, അതുപോലെ തന്നെ Cl2O7. ഇവിടെ Cl2O7 ഹൈലി അസിഡിക് ആയിട്ടുള്ള ഒരു അസിഡിക് ഓക്സൈഡ് ആണ് Cl2O7 എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ClO2 ക്ലോറിൻ ഡയോക്സൈഡ്, ClO2 എന്ന് പറയുന്നത് ബ്ലീച്ചിങ് പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്നു. പേപ്പർ പൾപ്പ്, ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയിലൊക്കെ ബ്ലീച്ചിങ് പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്ന ക്ലോറിൻ ഓക്സൈഡ് ആണ് ClO2 എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് അയഡിന്റെ ഓക്സൈഡുകളെ കുറിച്ച് മനസ്സിലാക്കിയാൽ പ്രധാനപ്പെട്ട അയഡിന്റെ ഓക്സൈഡുകളാണ് I2O4, അതുപോലെ തന്നെ I2O5, അതുപോലെ തന്നെ I2O7. ഇതൊക്കെയാണ് അയഡിനുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഓക്സൈഡുകൾ. ഇവിടെ വളരെ പ്രധാനപ്പെട്ട I2O5 ഒരു നല്ല ഓക്സിഡൈസിങ് തന്നെയാണ്. ഈ I2O5നെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കാർബൺ മോണോക്സൈഡിന്റെ എസ്റ്റിമേഷൻ നടത്താൻ പറ്റും. വളരെ പ്രധാനപ്പെട്ടതാണ്. സോ I2O5 ഈസ് യൂസ്ഡ് ഫോർ ദി എസ്റ്റിമേഷൻ ഓഫ് കാർബൺ മോണോക്സൈഡ്. ഇതുപോലെ തന്നെ വളരെ കുറച്ച് ഓക്സൈഡുകൾ മാത്രമുള്ള ഒരു ആളാണ് ബ്രോമിൻ എന്ന് പറയുന്നത്. അത് ഈ കൂട്ടത്തിൽ ഞാൻ എഴുതാതിരുന്നത് അതിൽ കുറെ ഓക്സൈഡ്സേ ഉള്ളൂ. അപ്പൊ അവിടെ 3 പ്രധാനപ്പെട്ട ഓക്സൈഡുകളാണ്. അവിടെ നമുക്ക് പറയാം Br2O, BrO2, BrO3. ദീസ് ആർ ദ മെയിൻ ഓക്സൈഡ്സ് ഓഫ് ബ്രോമിൻ എന്ന് പറയും. അപ്പം ഹാലജനുകൾ ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്ത് ഇത്തരത്തിലുള്ള പർട്ടിക്കുലർ ഓക്സൈഡുകളെ പ്രൊഡ്യൂസ് ചെയ്യാറുണ്ട്. മോസ്റ്റ് ഓഫ് ദം ആർ അൺസ്റ്റേബിൾ. അവിടെ വളരെ പ്രധാനപ്പെട്ടത് OF2 തെർമലി സ്റ്റേബിൾ ആണ് 298 കെൽവിൻ വരെ. അതുപോലെ തന്നെ ഈ പറഞ്ഞ Cl2O7 മോസ്റ്റ് അസിഡിക് ആയിട്ടുള്ള ഒരു അസിഡിക് ഓക്സൈഡ് ആണത്. അതുപോലെ തന്നെ ബ്ലീച്ചിങ് പർപ്പസിന് ഉപയോഗിക്കുന്ന ക്ലോറിന്റെ ഓക്സൈഡ് ആണ് ClO2. അതുപോലെ തന്നെ I2O5 ഈ പെന്റോക്സൈഡ്, അയഡിന്റെ ഈ പെന്റോക്സൈഡ്, അത് കാർബൺ മോണോക്സൈഡിന്റെ എസ്റ്റിമേഷന് വേണ്ടി ഉപയോഗിക്കുന്നു. വളരെ നല്ലൊരു ഓക്സിഡൈസിങ് ഏജന്റാണ് I2O5 എന്ന് പറയുന്നത്. ഇതാണ് ദിസ് ഈസ് ദ റിയാക്ഷൻ പ്രോഡക്ട്സ് ഓഫ് ഹാലജൻസ് വിത്ത് ഓക്സിജൻ എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പൊ ഹാലജനുകളുമായിട്ട് അല്ലെങ്കിൽ ഹാലജനും ഓക്സിജനും തമ്മിൽ ചേർന്ന് ഇങ്ങനെയുള്ള ഓക്സൈഡുകളെ ഉണ്ടാക്കുന്നു. അതുപോലെ തന്നെ നമുക്ക് പറയാൻ പറ്റും ഈ ഹൈഡ്രജനുമായിട്ടുള്ള ഹൈഡ്രജൻ ഹാലൈഡുകളുടെ നിർമ്മാണം. വളരെ പ്രധാനപ്പെട്ട ഓർഡറുകളൊക്കെയാണ്. ഇത് ഓർത്തിരിക്കുക, എൻട്രൻസിന് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയയാണ്. ഇനി നമുക്ക് ഈ കൂട്ടത്തിൽ പഠിക്കാനുള്ളത് മെറ്റലുകളുമായിട്ട് ഹൗ ദിസ് ഹാലൈഡ്സ് അല്ലെങ്കിൽ ഹാലജൻസ് റിയാക്ട് വിത്ത് മെറ്റൽസ്, അതാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ മെറ്റലുകളുമായിട്ട് ജനറൽ ആയിട്ട് മോണോവാലന്റ് ആയിട്ടുള്ള ഒരു മോണോവാലന്റ് മെറ്റൽ ആണെങ്കിൽ മെറ്റലുകളുമായിട്ട് എങ്ങനെ ഹാലജൻസ് റിയാക്ട് ചെയ്യും, അതിന് ഒരു എക്സാമ്പിൾ ആയിട്ട് നമ്മളിപ്പം ബ്രോമിനുമായിട്ട് ഒരു മെറ്റൽ മഗ്നീഷ്യം റിയാക്ട് ചെയ്യുന്നിരിക്കട്ടെ. മഗ്നീഷ്യം ഓർ സോഡിയം ഏതായാലും എടുത്താൽ ഇവിടെ ഇപ്പം നമ്മൾ +2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് മഗ്നീഷ്യത്തിലുള്ളത്. മഗ്നീഷ്യം ബ്രോമിൻ ഗ്യാസുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. മഗ്നീഷ്യത്തിന്റെ ബ്രോമൈഡ് ഫോം ചെയ്യുന്നു, MgBr2. അതുപോലെ നമ്മളിപ്പോൾ പൊട്ടാസ്യം എടുക്കാം, അതുപോലെ തന്നെ സോഡിയം എടുക്കാം. അങ്ങനെ നമ്മൾ ഈ പറഞ്ഞ പോലെ മോണോ അറ്റോമിക്കോ ഡയറ്റോമിക്കോ ആയിട്ടുള്ള മെറ്റൽസ് ഒക്കെ നമുക്ക് ഇവിടെ പരിഗണിക്കാം. അങ്ങനെ ഇവിടെ മെറ്റൽ ഹാലൈഡുകളെയാണ് ഇവർ ഫോം ചെയ്യുന്നത്. ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കേസ്, M ഒരു മോണോവാലന്റ് ആയിട്ടുള്ള മെറ്റൽ ആണെന്നിരിക്കട്ടെ, അങ്ങനെ എടുക്കുന്നു. M ഒരു മോണോവാലന്റ് ആയിട്ടുള്ള മെറ്റൽ, സപ്പോസ് എക്സാമ്പിൾ സോഡിയം പൊട്ടാസ്യം ഒക്കെ ആണെങ്കിൽ MF, അതുപോലെ തന്നെ MCl, MBr, Mi, ഇവരുടെ അയോണിക് നേച്ചർ കുറയുകയും കോവാലന്റ് നേച്ചർ കൂടുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഇവിടെ ഇവരുടെ അയോണിക് നേച്ചർ എങ്ങനെയാണ് കുറയുന്നത്? MF, MCl, MBr ഈ ഒരു ഓർഡറിലാണ് ഇവരുടെ അയോണിക് നേച്ചർ ഡിക്രീസ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പം എന്ന് പറഞ്ഞാൽ അയോണിക് നേച്ചർ ഡിക്രീസ് ചെയ്യുന്ന പറഞ്ഞാൽ കോവാലന്റ് ക്യാരക്ടർ കൂടുകയാണ് എന്ന് പറയാൻ പറ്റും. അതുപോലെ തന്നെ നമുക്കിവിടെ ഈ മെറ്റൽസിന് ഒന്നിലധികം ഓക്സിഡേഷൻ സ്റ്റേറ്റ് പറ്റുമെങ്കിൽ ഹയർ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്ന ആളാണ് കോവാലന്റ് നേച്ചർ കൂടുതൽ കാണിക്കുന്നത്. ഇപ്പൊ ഞാൻ ഒരു എൻട്രൻസിന്റെ ക്വസ്റ്റനിലേക്ക് വന്നാൽ, ഇപ്പൊ PbCl2, PbCl4, ഇവിടെ
PbCl4 ലെഡിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +4 ആണ്. PbCl2 ലെഡിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +2 ആണ്. ഇവിടുത്തെ PbCl2 ഉം PbCl4 ഉം കൂടെ കമ്പയർ ചെയ്യുമ്പോൾ PbCl4ന് ഓക്സിഡേഷൻ അല്ലെങ്കിൽ ഈ പറഞ്ഞ കോവാലന്റ് നേച്ചർ ഏറ്റവും കൂടിയ കേസാണ് ഈ രണ്ടാമത്തെ PbCl4. അതുപോലെ തന്നെ നമുക്ക് പറയാൻ പറ്റും SnCl2 അതുപോലെ തന്നെ SnCl4 ഇവിടെ +4 ഹയർ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഉള്ള മെറ്റലിന് എവിടെയാണോ ഹയർ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഉള്ളത് ഇവിടെ +2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഇവിടെ +4 ഓക്സിഡേഷൻ സ്റ്റേറ്റ് അയാൾക്കാണ് ഏറ്റവും നല്ല കോവാലന്റ് ക്യാരക്ടർ ഉള്ളത്. അപ്പൊ കോവാലന്റ് ക്യാരക്ടർ ഇൻക്രീസ് ചെയ്യുന്നു ചാർജ് ഓഫ് കാറ്റോണിന്റെ ചാർജ് കൂടുന്നതനുസരിച്ച് കോവാലന്റ് ക്യാരക്ടർ ഇൻക്രീസ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. സോ ഫജൻസ് റൂൾ ഒക്കെ നമ്മൾ പഠിക്കുന്നതാണ്. ഫജൻസ് റൂൾ അനുസരിച്ച് എ ലാർജ് നെഗറ്റീവ് അയോൺ ഓർ ഹയർ ചാർജ് ഓൺ ദ കാറ്റോൺ പൊസസ് കോവാലന്റ് ക്യാരക്ടർ എന്ന് നമുക്ക് പറയാൻ പറ്റും. അവിടെ ഇപ്പം ഈ പറയുന്നത് PbCl2 കോവാലന്റ് ക്യാരക്ടർ ഉള്ള ആളാണ് PbCl4 എന്ന് പറയാൻ പറ്റും. അതുപോലെ SnCl2 കോവാലന്റ് ക്യാരക്ടർ ആണ് SnCl4 ആണ്. ഹയർ ദ ചാർജ് ഓഫ് കാറ്റോൺ മോർ വിൽ ബി ദ കോവാലന്റ് ക്യാരക്ടർ അക്കോർഡിംഗ് ടു ഫജൻസ് റൂൾ. വളരെ വ്യക്തമായിട്ട് മനസ്സിലാവുന്ന കാര്യങ്ങളാണ്. ഓക്കെ.